എന്തായാലും മേഖലയിലെ സാഹചര്യം കണക്കിലെടുത്ത് സൗദി അറേബ്യയിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നു. അധികൃതർ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് അറിയിപ്പ്. ജലീൽ കണ്ണമംഗലം ചെയ്യുന്നു. ജലീൽ റിയാദിൽ നിന്ന് കേട്ട ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ സൗദിയിൽ നിന്ന് അങ്ങനെ കൂടുതൽ മിസൈലുകൾ വന്ന വാർത്ത ഇതിനോടകം വന്നിട്ടില്ല. എന്താണ് സൗദിയിലെ സാഹചര്യം? എന്താണ് പൊതുവെ ആ മേഖലയുടെ മുഴുവൻ സാഹചര്യം? ജലീൽ കണ്ണമംഗലം. ഹാഷ്മി, ഒമാൻ ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. സൗദിയിലെ റിയാദ് ഭാഗത്താണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സൗദിയിലെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇത് സംബന്ധമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. എങ്കിലും സൗദിയിലെ അറബ് ഓൺലൈൻ പത്രങ്ങളെല്ലാം വലിയ സ്ഫോടനം കേട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും മേഖലയിൽ ഇറാന്റെ ആക്രമണത്തെ സൗദി വളരെ ശക്തമായിട്ട് അപലപിച്ചിട്ട് ഉണ്ട്. ആക്രമണങ്ങളെ സൗദി വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കൈക്കടത്തുന്നത് ഒരു നിലക്കും അനുവദിക്കില്ല എന്നാണ് സൗദിയുടെ പ്രതികരണം. UAE, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ ഇറാൻ നടത്തിയ ഈ ലംഘനങ്ങളെയാണ് സൗദി അറേബ്യ അപലപിച്ചത്. ഇറാന്റെ നിയമലംഘനങ്ങളെ മാത്രമാണ് സൗദി അപലപിച്ചത് എന്നത് എടുത്തു പറയേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും വേണ്ടി സൗദിയുടെ എല്ലാ സന്നാഹങ്ങളും ലഭ്യമാക്കും എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൗദിയിലെ എല്ലാ ഏതാണ്ട് പ്രധാനപ്പെട്ട വിമാന സർവീസുകളെല്ലാം പ്രധാനപ്പെട്ട ഈ സൗദി എയർലൈൻസ്, നാസ് എയർ, ഫ്ലൈ അരിൽ തുടങ്ങിയ പ്രധാനപ്പെട്ട വിമാന കമ്പനികളുടെ സർവീസുകളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാർ എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മേഖലയിലെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് സൗദി അറേബ്യയിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധികൃതർ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ, അതായത് ഇന്ത്യൻ എംബസിയും അതോടൊപ്പം തന്നെ സൗദി വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണമെന്നും രാജ്യത്തെ സ്വദേശികളോടും പ്രവാസികളോടും എല്ലാം ഈ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിയാദിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രവർത്തനത്തിൽ തടസ്സമൊന്നുമില്ല എന്ന് എംബസി അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എംബസിയുമായി ബന്ധപ്പെടാൻ വാട്സാപ്പ് നമ്പരും ടോൾ ഫ്രീ നമ്പരും എല്ലാം എംബസി നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സൗദിയിൽ അമേരിക്കയുടെ സ്വന്തം ഉടമസ്ഥയിലുള്ള സൈനിക താവളങ്ങൾ ഇല്ല. സൗദിയുടെ താവളങ്ങളാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ താവളങ്ങളിൽ പോർവിമാനങ്ങളും അതോടൊപ്പം തന്നെ മിസൈൽ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പ്രിൻസ് സുൽത്താൻ എയർബേസ്, അതായത് റിയാദിനടുത്തുള്ള അൽഖർജിൽ ഉള്ള പ്രിൻസ് സുൽത്താൻ എയർബേസ് ആണ് അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. റിയാദിലുള്ള എസ്കിജ്, അതോടൊപ്പം തന്നെ ദമാമിലുള്ള കിങ് അബ്ദുൽ അസീസ് എയർബേസ് തുടങ്ങിയ താവളങ്ങളാണ് പ്രധാനമായും അമേരിക്ക ഉപയോഗിക്കുന്നത്. ഇതിന് നേരെയാണ് ആക്രമണത്തിന് സാധ്യതയുള്ളത്. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസിയും അതോടൊപ്പം തന്നെ സൗദി വിദേശകാര്യ മന്ത്രാലയവും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഷ്മി. ഓക്കെ, ജലീൽ കണ്ണമംഗലമാണ് സൗദിയിലെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള 5 വിമാനങ്ങൾ കൂടി റദ്ദാക്കിയ വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാർ കുടുങ്ങി. യാത്രക്കാരിൽ വിദേശികളുണ്ട്. കൊച്ചിയിൽ നിന്നും കരിപ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തുള്ള വിമാനങ്ങൾ ഏറ്റവും ചുരുങ്ങുന്നത് ഒരു 20 വിമാനങ്ങളും ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്ന് 5 വിമാനങ്ങൾ റദ്ദാക്കിയതിൽ അവിടെ വിദേശികളടക്കം കുടുങ്ങിക്കിടക്കുകയാണ്. ഈ പറഞ്ഞ കരിപ്പൂരടക്കം കൊച്ചിയിലടക്കം വളരെ പെട്ടെന്നാണ് ഇത്രയധികം വിമാനങ്ങൾ ഒന്നുപോലെ റദ്ദാക്കിയത്. സ്വാഭാവികമായി അതിന് ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകും. ഇറാനിലെ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണം 40 എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിലേക്കാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം. 40 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നതാണ് ഈ യുദ്ധത്തിലെ ആദ്യത്തെ ചോരയൊഴുക്കിന്റെ ആദ്യ വാർത്ത. കൂടുതൽ ചോരയൊഴുക്കിന്റെ വാർത്തകൾ വരാതിരിക്കട്ടെ. വളരെ പെട്ടെന്ന് തിരികെത്താം. വിവിധ എയർപോർട്ടുകളിൽ ഏതൊക്കെ വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്നു, എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ നമ്മുടെ പ്രതിനിധികൾ ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.